ഇന്നൊരു ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ നമുക്ക് ഓടിച്ചു. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത, നിറയെ ആൾക്കാർ ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഒക്കെയാണ് എപ്പോഴും പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് ജസ്റ്റ് ഇത് ഫോർഡ് എക്കോസ്പോർട്ട് 2016 മോഡലാണ്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് മിക്ക ആൾക്കാരും പോസിറ്റീവ് പറയുന്നുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് നെഗറ്റീവ് പറയാനുണ്ടാവും. ചില വണ്ടികൾ അങ്ങനെയാണല്ലോ. ചില വണ്ടികൾക്ക് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും വലിയ രീതിയിൽ പണി കിട്ടും. ചിലതൊക്കെ ലക്ക് പോലെ ഇരിക്കും നല്ല വണ്ടികൾ. എന്നാലും മാക്സിമം മിക്ക ആൾക്കാർക്കും ഒരു പോസിറ്റീവ് കമന്റ് ആണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിന് കാരണം ഇതിന്റെ എഞ്ചിന്റെ പവറും ഇതിന്റെ ഒരു വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ നല്ല കറക്റ്റായിട്ടാണ് ഫോർഡ് മാനേജ് ചെയ്ത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഹാൻഡിലിംഗ്, അതുപോലെ ഡ്രൈവിങ്ങും ഡ്രൈവബിലിറ്റി ഒക്കെ വളരെ മികച്ചതായിട്ട് നിൽക്കുന്നത്. ഇതിനേക്കാൾ നല്ല പവർ കൂടിയതും പിന്നെ നല്ല വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ ആ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ ഹൈവേയിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരു ഡിഫറെൻറ്റ് തന്നെയാണ്. നമുക്കത് എന്താ പറയുക, ഓടിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് അത് കിട്ടുകയുള്ളൂ. ലോങ് ഡ്രൈവ്സിലൊക്കെ നമുക്ക് കോർണറിലിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഹൈ സ്പീഡിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക കംഫോർട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം പോകില്ല എന്ന് നമുക്ക് ഒരു തോന്നൽ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയും. ഇപ്പോൾ ഫോർഡ് നമ്മുടെ ഇന്ത്യ വിട്ട് പോയിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെ ഇപ്പോഴും മിക്ക സ്ഥലത്തും ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. എന്താ കോസ്റ്റ് നമുക്ക് എന്താ പറയുക, ഇത് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു കോസ്റ്റിനെ കുറിച്ച് പറയാവുള്ളൂ. ബട്ട് ഞാൻ ഇതിൻ്റെ ഓണറിനോട് ചോദിച്ച സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അത്രയ്ക്ക് രീതിയിലുള്ള ഒരു കോസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തെങ്കിലും പാർട്സ് റിലേറ്റഡ് മാറുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ഒരു കോസ്റ്റ് വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള സർവീസിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകും. എന്താ പറയുക, ബിലോ 10,000 കഴിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പുള്ളിയുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി, അതായത് നമ്മൾ ഒരു പ്രാവശ്യം പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കിടന്നുള്ളൂ കുറേ നാൾ നല്ല റിലയബിൾ ആയിട്ട്. അപ്പോൾ എന്താ പറയുക, പിന്നീട് വഴി കിടക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് ഉണ്ടാവാറില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഇക്കോസ്പോർട്ടിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. ലൈറ്റ് വെയ്റ്റ് കീ ആണ് ഇത്. ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു ഫിഗർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നല്ല ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ വണ്ടി ഓണായി. ഇതാണ് അതിൻ്റെ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. ഈ വാഹനം ഏകദേശം 1,38,049 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത്. അത് നോർമലായിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല. മിക്ക ആൾക്കാർക്കും ഈ ഒരു വാഹനത്തെ അറിയാവുന്നതാണ്. നമുക്കിവിടെ സിങ്ക് 3 മൈക്രോസോഫ്റ്റ് എന്നൊക്കെ എഴുതിയൊരു ബാഡ്ജിങ് കാണാം. ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഒക്കെ വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ആ സമയത്തുണ്ടായിരുന്ന വെഹിക്കിൾ അത്യാവശ്യം ഒരു നല്ല ഒരു വണ്ടി തന്നെയെന്ന് നമുക്ക് പറയാം. അപ്പം ഫോർഡ് തിരിച്ചു വന്നാൽ നല്ലതായിരുന്നു എന്ന് എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.